ഒന്ന് കാടിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. സംഭവം ഇത് ആരുടെയോ സ്ഥലമാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെബിൻസ് വ്ലോഗ്. ഗൈസ്, ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഒരു കിഡിലൻ മല കയറാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഇന്ന്. നമ്മുടെ സൈക്കിൾ ബാക്കിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എവിടേക്കാണ് പോകുന്നത്, സ്ഥലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറയാം. അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ ഫോട്ടോ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണമെന്ന് എന്നെ വിളിച്ചിടാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ റൈഡ്. അടിപൊളി അടിപൊളി അടിപൊളി. ഗൈസ്, നമ്മളിപ്പോൾ മാവേലിക്കരയിൽ നിന്ന് പന്തളം പോകുന്ന റൂട്ടിലാണ്. ഒരു അടാറ് ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. റൈഡിങ്ങിന് പറ്റിയൊരു ക്ലൈമറ്റാണ്. പിന്നെ ഒരു കിടിലൊരു സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു. അടാറ് സംഭവമായിരുന്നു. എന്തായാലും നമുക്ക് കയറി. നമ്മുടെ കൂടെ ഒരു റൈഡർ ഉണ്ടാവും. ഈ ബാക്കിലാണ്. പുതിയൊരു റൈഡറാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കാണുന്നില്ല, നമ്മളൊന്നൊരു വെയിറ്റ് ചെയ്യാം. അവന് വന്നിട്ട് ഈ വരുന്നതാണ് ഞാൻ പറഞ്ഞ പുതിയ റൈഡർ, വിഷ്ണു ബ്രോ. വിഷ്ണു ബ്രോ അത് മുഖം കാണിച്ച വിഷ്ണു ബ്രോ കുറച്ച് ചായ കുടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. കാര്യം ചായ ആണല്ലോ നമ്മുടെ ഒരു എനർജി, അല്ലേടാ? ചായ കുടിച്ചിട്ടാ. ചേട്ടാ 2 ചായ. നമ്മളിപ്പോൾ പന്തളമായിട്ടുണ്ട്. പന്തളത്ത് കണ്ട ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടുത്തെ റോഡുകളുണ്ടോ, ഈ റോഡൊക്കെ നല്ല കറുത്തിട്ട് കിടക്കുകയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാവും. വൈറ്റ് കളറാണ്, ബ്ലാക്കിൽ നിന്നും വൈറ്റാണ്. ഇത് PWD ചെയ്തതൊന്നുമല്ല, നമ്മുടെ പ്രകൃതിയുടെ വരദാനമാണ് ഈ വൈറ്റ് റോഡ്. വേറെ ഒന്നുമല്ല, ഈ മരങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കൊക്കുകളെ കാണാൻ കഴിയും. നീർക്കാക്ക, അതിൻ്റെ അവരുടെ കലാവിരുതാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പയ്യൻ നമ്മുടെ വിഷ്ണുവിനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ ജസ്റ്റ് ഒരു കാടിങ്ങനെ കണ്ട്. അപ്പം എന്താണെന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഒരു അടാറ് സ്പോട്ട് പോലെ തോന്നി. ഒന്ന് കാടിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. സംഭവം ഇത് ആരുടെയോ സ്ഥലമാണ്.
നമ്മളാർക്കും ചോദിച്ചിട്ടൊന്നുമില്ല. അയ്യോ, ശരിക്കും നമ്മളൊരു കാട്ടി വന്നൊരു ഫീലുണ്ട് കേട്ടോ. മൊത്തം അയ്യോ, ഒരു അനക്കവും ഇല്ല അല്ലേ. ഒരു പട്ടി കുറയ്ക്കാൻ സൗണ്ട് ഉണ്ട്, വേറെ ഒന്നുമില്ല. അടിപൊളി. പക്ഷെ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ സ്പോട്ടിലെത്താൻ ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. സംഭവം കൊള്ളാം, അടിപൊളി, അടാറ് സംഭവം. ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. ചിലപ്പം മക്കാച്ചി എല്ലാം പിടിച്ചാലാ. ചേട്ടാ ചേരിമുക്ക് നേരെ ഈ കോട്ടപ്പാറയൊക്കെ ഉണ്ടല്ലോ, വെള്ളപ്പാറ. ആ ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഗൈസ്, ഒരു അടാറ് കയറ്റം കയറിയിട്ട് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു അടാറ് കയറ്റം കയറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നെയാണ്. എങ്ങനെയുണ്ടാ പൊളി. ഇവിടെ ഒരു പാറമട കേട്ടോ. ഇവിടെ എന്താ എഴുതിയിരിക്കണ? പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്ലാക്കൽ കോറി കുടിവെള്ള പദ്ധതി. ഓഹോ, ഈ വെള്ളം ഇവർ ശുദ്ധീകരിച്ച് വീടുകളിലേക്ക് കുടിവെള്ളത്തിനായി ഉപയോഗിക്കും. നൈസ്. അപ്പോൾ എന്താ, നമുക്കിനിയും കയറ്റങ്ങൾ കയറാൻ കിടക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു കയറ്റമാണ് കയറിയത്. ഇനി കയറാൻ കിടക്കുന്നതും അതിനേക്കാളും ഭീകര കയറ്റങ്ങൾ. സോ ഞങ്ങൾ എന്തായാലും കയറും എന്നുള്ള പ്രതീക്ഷയിലില്ല, പ്രതിജ്ഞാബദ്ധരായിരിക്കുകയാണ്. സോ കയറിയല്ലേ പറ്റൂ. അതെ, അപ്പൊ നമുക്ക് എന്തായാലും പോയടാ. റിയോ ആണ് യോ. ഗൈസ്, ഒരു പിഴച്ച കയറ്റം കണ്ടാ. ഈ കയറ്റം കയറി വരുമ്പോഴത്തേക്ക് ഒരു കിടിലം വ്യൂ പോയിന്റ് ഇല്ല നമ്മൾ പ്രതീക്ഷ. ഇത്രയും കഷ്ടപ്പെടലടാ, ഇത്രയും കഷ്ടപ്പെട്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ കിടിലൊരു വ്യൂ പോയിന്റ് അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും, അവിടെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതൊന്നും അല്ല വ്യൂ. കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഒരു കിടിലൊരു സ്ഥലമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എങ്ങോട്ടാണ് എന്താണ് എന്നൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് പറയാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഇതേ പോടാം, നമുക്ക് അവിടെ വെച്ചിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഒരു ക്ഷേത്രം ഒക്കെയാണ്, എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സംഭവം. അല്ലെങ്കിൽ സൈക്കിൾ ഔട്ടേക്ക് പോയി. ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുവാണ്, ഞാൻ ജസ്റ്റ് പോയി കണ്ടു കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് അടാറ് പ്ലേസ് തന്നെ. എൻ്റെ മോനെ, അയ്യോ ഇതെവിടെ കിടു എങ്ങനാ. എൻ്റെ ഗായ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി അമ്മാരക വ്യൂ.
ഗൈസ് ഇത് പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ കോന്നിക്ക് അടുത്തായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് കൊട്ടപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു അഡാറ് വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി വ്യൂ ആണ് ഇവിടെ. എന്നാൽ കിടിലം വ്യൂ. ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സമയം ഒരു 10 മണി 10:30 കാണും. 10:30 സമയത്താണിത്. ഒരു അഡാറ് കിടിലം വ്യൂ തന്നെയാണിത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെയാണ് ഒരു നല്ല രസം, പൊളിയാണ്, അഡാറ് വൈബാട്ടോ. അപ്പോൾ പേര് മറക്കണ്ട, കൊട്ടപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ജസ്റ്റ് വഴിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൈപ്പട്ടൂർ വന്നിട്ട് ചോദിച്ചാൽ മതി. ചേരിമുക്ക്, കൈപ്പട്ടൂരിൽ നിന്ന് ചേരിമുക്ക് തിരക്കിയിട്ട് അവിടെ നിന്ന് തിരക്കി വന്നാൽ മതി. കൊട്ടപ്പാറ അടാറൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി സ്ഥലം എന്ന് വെച്ചാൽ നൈസ്. പത്തനംതിട്ട അടിപൊളിയാണ്. അടാറ് സ്ഥലം കേട്ടോ, പൊളി. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ മാരകമായിരിക്കും. നേരത്തെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നാൽ മാരക വ്യൂ ആയിരിക്കും. മഞ്ഞ് കോടകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. സൂപ്പർ സ്ഥലമായിരിക്കും. അപ്പം എന്തായാലും ഈ പ്രദേശത്ത്, അതായത് നമ്മുടെ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അടാറ് കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, അടാറ്. ഇവിടെയും എന്തൊക്കെയോ അമ്പലമോ എന്തൊക്കെയോ ക്ഷേത്രങ്ങൾ പോലൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം. എന്നിട്ട് കല്ല് കൊണ്ട് ചെയ്തിട്ട് വെക്കുന്നൊരു സംഭവം. മാണിയുണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി. അതാ കല്ലാണ്, കല്ലിങ്ങനെ അടുക്കി സിമെൻ്റ് ഒന്നും വെച്ചിട്ടില്ലടാ, സിമെൻ്റ് ഒന്നും ഇല്ല. ഇത് കല്ലിങ്ങനെ വെച്ച് സെറ്റ് വെച്ചിരിക്കുന്ന സാധനം. എന്തായാലും കൊള്ളാം. ഇവിടെ നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു പൊള്ളി വൈബ് എന്ന് തോന്നുന്നത്. ഒരു മാരക ഒരു നമ്മളെവിടെയോ ഇടുക്കിയോ അല്ലേ വലിയ എവിടെയോ ഹൈ റേഞ്ച്, നല്ല ഹൈ റേഞ്ചിൽ പോയി നിൽക്കുന്ന ഒരു ഫീലുണ്ട് ഇവിടെ നിന്നിട്ട്. സൂപ്പർ കേട്ടോ, ഒരു പൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരു 360 ഡിഗ്രി മല നിരകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് വ്യൂ കിട്ടും. പൊളി അടാറ് ഒരു കാഴ്ചകൾ തന്നെയാണ്. എനിക്ക് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം ഇതായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ ഒന്ന് വരണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വരണം. പിന്നെ ഈ വീഡിയോ കാണുന്ന പത്തനംതിട്ടക്കാർ ഈ കൊട്ടപ്പാറയ്ക്ക് അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, അടാറൊരു സ്ഥലം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള അടാറ് സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്തൊന്ന് മെസ്സേജ് അയയ്ക്കുക, ടെക്സ്റ്റ് ചെയ്യുക കേട്ടോ. പൊള്ളി കേട്ടോ, ഒരു രക്ഷയില്ല, മാരക വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെ പരിചയപ്പെടുത്തില്ലല്ലോ. ഇതാണ് വിഷ്ണു. നമ്മുടെ ആളിനെ ഒറ്റയ്ക്ക് വാഗമൺ വിത്തൗട്ട് ഷോർട്സ്, ഹെൽമെറ്റ് ഉണ്ടായിരുന്ന, ഹെൽമെറ്റ് മാത്രം വെച്ചുകൊണ്ട് വാഗമൺ പോയിട്ട് വന്ന ഗഡിയാണ് ഒറ്റയ്ക്ക്. നമ്മുടെ ആ സൈക്കിളിൽ അവൻ്റെ കോസ്മിക് അതിനകത്ത്. അപ്പോൾ കൊള്ളാം, വെൽഡൺ മൈ ബൈ, വെൽഡൺ. എന്തായാലും അല്ല കിടിലൊരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ ചെറുക്കൻ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ടക്കാന്ന് വരും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ എന്ത് കമൻ്റ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ
നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കിടിലൻ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനാണെങ്കിൽ അറിയിക്കുക. പിന്നെന്താ, ഇതുപോലുള്ള കിടിലൻ സ്ഥലങ്ങളിൽ വരിക, യാത്രകൾ എക്സ്പ്ലോർ ചെയ്യുക, നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക. സൂപ്പർ. അപ്പം അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ഫെബിൻ സൈനിങ് ഓഫ്.